പക്ഷേ ABC ഒരു ടോക്ക് ഷോ ട്രംപ് നിരോധിക്കാനുള്ള കാരണം ട്രംപിനെ കളിയാക്കിയതിൽ പരിഹാസപൂർവ്വമായി പറഞ്ഞു അത്രേ. ട്രംപ് ഇപ്പോൾ എല്ലാ നിലയും വിട്ട്, അതായത് ഒരു മാനസിക നില തെറ്റിയ ആളിനെ പോലെയാണ് ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് പെരുമാറുന്നതും അദ്ദേഹത്തിന്റെ ഓരോ രീതികളും കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹത്തിനെതിരെ പരാതിയൊക്കെ കൊടുത്ത് രംഗത്ത് വന്നിരുന്നു. എന്താണ് ഈ ട്രംപ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആക്ച്വലി ട്രംപിന്റെ ഒരു പ്രശ്നം എന്താണ്? മാഷിന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് ട്രംപിന് സംഭവിച്ചത്? ഒരു അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറേണ്ട ഒരു തരത്തിലുമല്ല ട്രംപിന്റെ രീതികൾ എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ട്രംപ് എല്ലാ നിലയും വിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ നിലവാരം കളയുന്നു, അമേരിക്കയുടെ ഇതപര്യന്തമുള്ള എല്ലാ പ്രസിഡന്റുമാരെയും സ്റ്റാൻഡേർഡ് കളഞ്ഞു കുളിക്കുന്നു, അമേരിക്കയും ലോകരാജ്യങ്ങളും തമ്മിലുള്ള മുഴുവൻ ബന്ധങ്ങളും വഷളാക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്ന കുടിയേറ്റക്കാരായ അന്യരാജ്യങ്ങളിൽ നിന്ന് വന്ന് ചേർന്ന എല്ലാ മനുഷ്യരുടെയും കഞ്ഞികൂടി മുട്ടിക്കുന്നു. ഇനി അമേരിക്കയിലേക്ക് ആരും വേണ്ട എന്ന്, ആരും ഇനി വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് വിസകൾ നിരോധിക്കുന്നു. ഇത്തരത്തിൽ വളരെ വളരെ അങ്ങേയറ്റത്തെ, മാത്രമല്ല വന്ന് ട്രംപിന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായി തീരുന്നു, ആരും സ്വീകരിക്കാതെ പോകുന്നു. ആ സമയത്ത് വന്ന് അദ്ദേഹത്തിന് പണ്ടത്തെ ട്രംപ് അല്ല, ട്രംപ് അതിവേഗത്തിൽ മാറുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഒടുവിലത്തെ സംഭവ വികാസം ട്രംപിനെ ABC ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്ക് ഷോ ആണത്. ജിമ്മി കിമ്മൽ ലൈവ് എന്നാണ് അതിൻ്റെ പേര്. ലേറ്റ് നൈറ്റിൽ, അമേരിക്കക്കാരുടെ പ്രൈം ടൈം അങ്ങനെയാണ്, ലേറ്റ് നൈറ്റ് ഷോ ആണ്. അപ്പോൾ ലേറ്റ് നൈറ്റിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള ആളുകൾ കാത്തിരുന്ന് കാണുന്ന ഒരു ഷോ ആണ്. ആ ഷോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ABC നിർമ്മിക്കുകയും പ്രധാനപ്പെട്ട അമേരിക്കൻ ചാനലുകൾക്കൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും. ഇവരിതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാ അമേരിക്കൻ ചാനലുകൾക്കും കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ചാൽ ട്രംപിനെ പരിഹസിച്ചു, ട്രംപിനെ പരോക്ഷമായി വിമർശിച്ചു എന്നൊക്കെയാണ്. വിമർശിക്കാൻ എന്താ കാര്യം? ഈ ട്രംപ് തന്നെ മാറുകയാണ്. ട്രംപ് മാറുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ ഒന്നാം ട്രംപിനെ ഇവരൊക്കെ തന്നെ വിമർശിച്ചിരുന്നു. ജിമ്മി കിമ്മൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകാരും ട്രംപിനെ നേരത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒന്നാം ട്രംപിന്റെ കാലത്ത് എല്ലാവരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശിക്കുമ്പോഴൊക്കെ അതിനെ ഏതാണ്ട് ഇപ്പോൾ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒന്നാം ട്രംപിന്റെ കാലത്ത് പ്രധാനപ്പെട്ട അമേരിക്കൻ ജേർണലിസ്റ്റുകളൊക്കെ തന്നെ, ഇപ്പോൾ സ്റ്റീഫൻ കോൾബർട്ട്, ജിമ്മി ഫാലൻ, അതുപോലെ സാറ്റർഡേ നൈറ്റ് ലൈവ്, അത് അമേരിക്കയിൽ ഇപ്പോഴും ഉണ്ട്. സാറ്റർഡേ നൈറ്റ് എന്ന് വെച്ചാൽ പിറ്റേന്ന് അവധിയാണല്ലോ. അപ്പോൾ സാറ്റർഡേ നൈറ്റിൽ എത്ര ലേറ്റ് ആയിട്ട് പ്രോഗ്രാംസ് വെച്ചാലും ആളുകൾ കാണും. അതിനുവേണ്ടി തന്നെയുള്ള സാറ്റർഡേ നൈറ്റ് ലൈവ് ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ സൺഡേ അവധിയാണല്ലേ? സൺഡേ അവധിയാണല്ലോ, എന്താ സംശയം? ലോകം മുഴുവനുള്ള അവധിയാണ് സൺഡേ. അപ്പോൾ ഈ സാറ്റർഡേ നൈറ്റ് ലൈവ് ഉൾപ്പെടെയുള്ള പരിപാടികളിൽ ഒന്നാം ട്രംപിന്റെ ഭരണകാലത്ത് അതിരൂക്ഷമായി പരിഹാസങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ അന്ന് ട്രംപിന് ഈ അസുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാം ട്രംപിൽ നിന്ന് ഒരു ടേം പുറത്ത് നിന്നിട്ട് പിന്നെ രണ്ടാം ട്രംപ് വന്നപ്പോൾ ആ ട്രംപ് മാറിയിരിക്കുന്നു. മാത്രമല്ല ആ ട്രംപിന് എന്തൊക്കെയോ കാര്യമായ അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തോ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ട്രംപ് ഇപ്പോൾ ആരൊക്കെ ആലോചിച്ചു നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റുമാരെ വിമർശിക്കാത്ത ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങൾ ഒരു കാലത്തും ഇല്ല, ലോകത്തിലെവിടെയും ഇല്ല. അമേരിക്കയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അമേരിക്ക അത് അനുവദിച്ചും കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഇവിടുത്തെ എല്ലാ ചാനലുകളെയും നിരോധിക്കണം. അപ്പോൾ ഇവിടുത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇവിടുത്തേനേക്കാളും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അമേരിക്കൻ ജേർണലിസ്റ്റുകൾക്ക്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തൊട്ടതിനൊക്കെ ഈ മാധ്യമങ്ങളുടെ നേരെ എടുക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെതിരെ അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു. അതുപോലെയാണ് അല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇദ്ദേഹം ഒരു കൊലപാതകം നടന്നല്ലോ കഴിഞ്ഞ സെപ്റ്റംബറിൽ, ഈ കഴിഞ്ഞ 6-ാം തീയതി അല്ലേ, സെപ്റ്റംബർ 6-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോൾ എന്താണ് യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ, കാരണം സെപ്റ്റംബർ 6-ാം തീയതി ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, ചാർലി കിർക്ക്. സത്യത്തിൽ ഇത് രണ്ടുമല്ല, റിപ്പബ്ലിക്കനും അല്ല ഡെമോക്രാറ്റിക്കും അല്ല. അയാൾ സ്വതന്ത്ര NGO പോലൊരു സംഘടന, ടേണിംഗ് പോയിന്റ് USA എന്നാണ് അതിൻ്റെ പേര്, സ്വതന്ത്രനാണ്. എന്നാൽ ഇവരെയൊക്കെ വിമർശിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ ജനപ്രീതിയുണ്ട്. 10 ലക്ഷം അനുയായികളുള്ള ഒരാളാണ് അയാൾ. ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 ലക്ഷം പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മിനിമം 1 ലക്ഷം പേര്. അത്രയും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അക്രമി ചെന്നിട്ട് ടൈലർ റോബിൻസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്, അവൻ ചെന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നത് ഇയാളെ. അപ്പോൾ ഈ ടൈലർ റോബിൻസന്റെ കൊലപാതകം അമേരിക്കയിൽ കെട്ടടങ്ങിയിട്ടില്ല, ലോകം മുഴുവൻ ചർച്ചാ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ജിമ്മി കിമ്മൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ പരിഹാസം ഒക്കെ കലർന്ന, ആക്ഷേപഹാസ്യം കലർന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പോൾ ടൈലർ റോബിൻസൺ ആരാ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ
ട്രംപ് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ആളല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ആളല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം, മാത്രമല്ല നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം അവൻ റിപ്പബ്ലിക്കനാണ് എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ പാർട്ടിക്കാരനാണ് ഇവനെന്ന് ആരൊക്കെ നിഷേധിച്ചാലും നാട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോ നമ്മൾ പറയില്ലേ നമ്മുടെ നാട്ടില് പിന്നെ ആ അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറയുന്ന പോലെ അച്ഛനെ ഒളിപ്പിച്ചിട്ടേ അച്ഛൻ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഞാനല്ലേ ഞങ്ങളല്ലേ ഞങ്ങളാളല്ലേ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചു. അതാണ് കേസ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ട്രംപിൻ്റെ പുതിയ പോക്ക്, ട്രംപ് ഉണ്ടാക്കുന്ന നമ്മളിപ്പോൾ ഈ പറയുന്ന ട്രംപിനെ കുറിച്ചുള്ള പരിഹാസങ്ങളൊക്കെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു. ഇതോട് കൂടിയിട്ട് അവിടെ 2-3 സംഭവങ്ങളുണ്ടായി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ പ്രോഗ്രാം സ്പോൺസർമാർ പിന്മാറി, പതുക്കെ സ്പോൺസർമാരെ പിന്മാറ്റിച്ചു. ഈ പ്രോഗ്രാമിന് വലിയ സ്പോൺസർഷിപ്പ് കിട്ടും. എ ബി സിയുടെ പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പ്, അതിന് അവർ പറയുക അഫിലിയേറ്റ് സ്റ്റേഷൻസ്, നമ്മൾ പറയുക സ്പോൺസേഴ്സ് എന്നാണ്, സ്പോൺസേർഡ് ബൈ. അവർ അഫിലിയേറ്റ് സ്റ്റേഷൻസ് പറഞ്ഞാൽ പ്രാദേശികമായി ഓരോരോ പരിപാടിക്കും ഓരോ ദിവസത്തെ വിഷയം അനുസരിച്ച് സ്പോൺസേഴ്സ് ഉണ്ടാവും. ഈ പരിപാടി സ്പോൺസർമാർ പിൻവലിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ഷോ ജിമ്മി കിമ്മൽ ലൈവിൽ നിന്ന് സ്പോൺസർമാർ പിന്മാറി ഒന്നാമത്തെ ഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത് വന്നത് ഇതിന് പരസ്യം കൊടുക്കുന്ന പരസ്യ സ്ഥാപനങ്ങളെ മുഴുവൻ, ഷോയുടെ മെയിൻ സ്പോൺസർ ഉണ്ടാവും, പിന്നെ ഷോക്കിടയിൽ പരസ്യം കൊടുക്കുമല്ലോ, ആ പരസ്യങ്ങളെ മുഴുവൻ പിൻവലിപ്പിച്ചു. ഭരണകക്ഷിയാണല്ലോ തീർച്ചയായിട്ടും ട്രംപ്. മൂന്നാമത്തെ കാര്യത്തിൽ അവിടുത്തെ ഈ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി ഉണ്ട്, വാർത്താവിതരണ കമ്മീഷൻ ഉണ്ട്, അതിൻ്റെ ചെയർമാനെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. അതിൻ്റെ ചെയർമാൻ ബ്രെൻഡർ കാർ എന്നാണ് അയാളുടെ പേര്. അയാളെ പ്രസ്താവന പറഞ്ഞു ഇത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പോലുള്ള ഒരു സ്ഥാനമാണ്. അദ്ദേഹത്തെ കൊണ്ട് അതിനെതിരായിട്ട് രംഗത്ത് വരുത്തിച്ചു. വേറൊന്ന് ഈ നെക്സ്റ്റാർ മീഡിയ ഗ്രൂപ്പ്, ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ജിമ്മി കിമ്മലിൻ്റെ പരിപാടി എ ബി സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പല ചാനലുകൾക്കും കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട 2 ചാനലുകൾ ഷോ മാറ്റി, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് 2 ഷോ മാറ്റി. നെക്സ്റ്റാർ മീഡിയ ഗ്രൂപ്പും സിംഗ്ലെയർ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും, ഈ 2 കൂട്ടരും. അപ്പോൾ എന്തായി, എല്ലാവരെ കൊണ്ട് ഇപ്പോൾ ട്രംപ് നേരിട്ടിടപെട്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ അങ്ങനെ ഉണ്ടല്ലോ, ശ്വാസം മുട്ടിച്ചിട്ട് ഞാനല്ല കൊന്നതെന്ന് പറയുക, അതുപോലെയാണ്. അത് ശുദ്ധവായു അടച്ചു കളയുക, കുടിവെള്ളം മുട്ടിച്ച് കളയുക, അന്നം മുട്ടിക്കുക, അതൊക്കെ ചെയ്തിട്ട് ഞാനല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. അവസാനം എന്ത് ചെയ്തു വെച്ചാൽ ഈ ABC-യുടെ ഇത് നിർമ്മിക്കുന്ന മാതൃസ്ഥാപനം ഡിസ്നിയാണ്. ഡിസ്നി ഒടുവിൽ പ്രഖ്യാപിച്ചു, ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾ പരിപാടി അനിശ്ചിത കാലത്തേക്ക്, 1 ദിവസം 2 ദിവസമല്ല, ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല, അനിശ്ചിത കാലത്തേക്ക് ജിമ്മി കിമ്മൽ ലൈവ് ഞങ്ങൾ നിർത്തിവെക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഡിസ്നി. അത് അവിടം വരെ കാര്യങ്ങൾ എത്തിച്ചു. അപ്പോഴും ട്രംപ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പണി മുഴുവൻ ചെയ്തത് ട്രംപാണ്. അപ്പോൾ ട്രംപിൻ്റെ പോക്ക് നേർക്കുനേരെയുള്ള ഒരു രീതിക്ക് പകരം കഴിഞ്ഞ ദിവസം ഒബാമ പറഞ്ഞു ഒരു അമേരിക്കൻ പ്രസിഡന്റും സ്ട്രെയിറ്റ് അല്ലാതെ സംസാരിച്ചിട്ടില്ല. ഇദ്ദേഹം നേർക്കുനേരെ അല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ജിമ്മി കിമ്മൽ ലൈവിന് പോലും തടസ്സപ്പെടുത്തുന്ന മട്ടിൽ അമേരിക്കൻ ഭരണകൂടം ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടന്നിരുന്ന അമേരിക്കയിൽ അത് സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. ട്രംപിൻ്റെ ഭരണകൂടം മാധ്യമപ്രവർത്തനങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. 2 തരത്തിലാണ് ചെയ്യുന്നത് ട്രംപ്. ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സകല കോർപ്പറേറ്റുകളെയും സ്വാധീനിക്കുക. പരസ്യം കൊടുക്കുന്ന ബിസിനസ്സുകാരാണല്ലോ തീർച്ചയായിട്ടും, അവർക്ക് ഭരണകൂടത്തെ ഭയപ്പെടേണ്ടി വരും. അവരെ ഭയപ്പെടുത്തി പിൻവലിപ്പിക്കുക. ഫെഡറൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംസ്ഥാനങ്ങളാണ്. സംസ്ഥാനങ്ങളെ കൊണ്ട് ഓരോ സംസ്ഥാനത്തെയും മാധ്യമങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുക. ഈ നടപടികളാണ് തുടരുന്നത്. ഇങ്ങനെ പോയാൽ ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് തോന്നുന്നു ട്രംപിനെ അധികാരത്തിൽ നിന്ന് നീക്കാനുള്ള നടപടികൾക്ക് ഇപ്പം തന്നെ അമേരിക്കൻ പ്രിന്റ് മീഡിയ ന്യൂയോർക്ക് ടൈംസിനെതിരായി കേസ് കൊടുത്തതോടുകൂടി ന്യൂയോർക്ക് ടൈംസ് മാത്രം മിണ്ടിയിട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും ട്രംപിനെതിരായി തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് പ്രിന്റ് മീഡിയക്കാണ്, അച്ചടി മാധ്യമത്തിന് നേരെയാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തേക്കും വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇനി അങ്ങോട്ട് ട്രംപിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ട്രംപ്
എവിടെ ചെന്ന് നിൽക്കും, ട്രംപിനെ എങ്ങനെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ സൂചന ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. നമ്മൾ തന്നെ എല്ലാ ദിവസവും ട്രംപിനെതിരെയുള്ള വാർത്ത, നമ്മളെ ട്രംപിനെതിരായതുകൊണ്ട് മാത്രമല്ല വാർത്തകൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് ട്രംപ് പോകുന്നത് എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങൾ തന്നെ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പറയും. അത് നമുക്ക് കാത്തിരിക്കാം.